നമസ്കാരം. എല്ലാം അറിയുന്നവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അങ്ങനെ ഒരു ഭാവമുണ്ടെങ്കിൽ അത് തെറ്റാണ്. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച നേരുന്നു. രണ്ട് പണ്ഡിതന്മാർ സംസാരിക്കുന്നത് അക്ബർ ചക്രവർത്തി കാണാനിടയായി. ഉടൻ തന്നെ മന്ത്രിയായ ബീർബലിനെ വിളിച്ചു. ബീർബൽ, എനിക്ക് ഒന്നിനെക്കുറിച്ചും കൂടുതൽ അറിവില്ല. എനിക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിയണം. നാളെ തന്നെ പഠനം തുടങ്ങാം. ഒരു നല്ല അധ്യാപകനെ കണ്ടെത്തൂ, അക്ബർ ചക്രവർത്തി ആജ്ഞാപിച്ചു. പിറ്റേ ദിവസം ഹാളിലെത്തിയ ആൾക്കാരെ കണ്ട് അക്ബർ ചക്രവർത്തി ഒന്ന് ഞെട്ടി. ബീർബൽ, എന്നെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെയാണ് ഞാൻ ചോദിച്ചത്. രാജ്യത്തെ 50% ആൾക്കാർ ഈ ഹാളിലുണ്ടല്ലോ. എന്നെ കളിയാക്കുകയാണോ? അക്ബർ കോപിച്ചു. കോപിക്കുന്നതിന് മുമ്പ് അങ്ങ് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരൂ. അങ്ങേക്ക് തുണിയിൽ കറ പറ്റിയാൽ അത് എങ്ങനെയാണ് കറയുടെ ഒരംശം പോലും ഇല്ലാതെ കഴുകിക്കളയേണ്ടത് എന്ന് അറിയാമോ? ഇല്ല, അക്ബർ മറുപടി പറഞ്ഞു. അങ്ങേക്ക് മണ്ണിൽ കിളയ്ക്കാൻ അറിയാമോ? ഏത് കാർഷിക വിളയാണ് നമ്മുടെ മണ്ണിൽ ഏറ്റവും നന്നായി വളരുന്നതെന്ന് അറിയാമോ? എവിടെയാണ് ഏറ്റവും കൂടുതൽ പുൽമേടുകൾ ഉള്ളതെന്ന് അറിയാമോ? ഇല്ല ഇല്ല ഇല്ല, അക്ബർ കോപിച്ചു. ഇതൊക്കെയായി ഇതിന് എന്ത് ബന്ധം? അദ്ദേഹം ചോദിച്ചു. ഈ ഹാളിൽ ഇപ്പോൾ കൃഷിക്കാർ മുതൽ വീട്ടമ്മമാർ വരെയുണ്ട്. ഇവരെല്ലാവർക്കും തന്നെ എല്ലാ കാര്യവും അറിയില്ല. ഇവർക്ക് പരസ്പരം അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ഇവർ ഓരോരുത്തരിൽ നിന്നും പഠിക്കേണ്ടി വരും. കൂടിയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു വൃദ്ധ സ്ത്രീയെ ബീർബൽ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ ആദ്യ അധ്യാപിക. ഇവരാണ് എനിക്ക് ഗുണപാഠങ്ങളെല്ലാം തന്നത്. അപ്പോഴേക്കും അക്ബർ ചക്രവർത്തിക്ക് ബീർബൽ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ആ വൃദ്ധയെ നോക്കി വണങ്ങി. എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല. ആ തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലുത്, വൃദ്ധ ചക്രവർത്തിയോട് പറഞ്ഞു. അക്ബർ ചക്രവർത്തി മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി. എന്നിട്ട് ബീർബലിനോട് പറഞ്ഞു, തൻ്റെ ആദ്യത്തെ അധ്യാപിക നല്ല ഗുണപാഠമാണല്ലോ തന്നിരിക്കുന്നത്. ബീർബൽ പുഞ്ചിരിച്ചു. യഥാർത്ഥത്തിൽ ആ വൃദ്ധ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരുടെയും ആദ്യത്തെ അധ്യാപിക സ്വന്തം അമ്മ തന്നെയാണ്. ആ വൃദ്ധ ബീർബലിൻ്റെ അമ്മയായിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അങ്ങനെ എല്ലാവർക്കും എല്ലാം അറിയാൻ സാധിക്കുകയുമില്ല. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച നേരുന്നു. ശുഭദിനം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.